ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചവറയിലാണ്. അരുൺ ആരതി ദമ്പതികളുടെ വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അരുൺ സാർ KMMലും ആരതി മാം ബാങ്കിലുമാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. 2630 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. 2630 എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് പാഷ്യോ അതുപോലെ പോൺ സൈഡൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. അതുപോലെ ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് SR അസോസിയേറ്റ്സ് ആണ്. വളരെ ഭംഗിയായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇതിന് ടോട്ടൽ കോസ്റ്റ് വരുന്നത്, അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ, ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം കൂടി ടോട്ടലായിട്ടുള്ളത് 70 lakhs ആണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോകാം. വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനിടയ്ക്കായിട്ടൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഈ ഒരു സൈഡിൽ നമ്മുടെ പാത്വേയിലായിട്ട് പേൾ ഗ്രാസ് കൊടുത്തിരിക്കുന്നു. പിന്നെ വീടിൻ്റെ ബോർഡേഴ്സിലായിട്ട് കലാത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിലോട്ടും ഫേസ് വരുന്ന രീതിയിലാണ് വീട് ചെയ്തിരിക്കുന്നത്. സൗത്ത് സൈഡും വരുന്നുണ്ട്, പിന്നെ ഈ സൈഡിലും വരുന്നുണ്ട്. ഈ സൈഡിലാണ് നമ്മുടെ മെയിൻ ഡോർ വന്നിട്ടുള്ളത്. പിന്നെ വീട് ഒറ്റ നിലയിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമ്മുടെ ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് ട്രസ് വർക്ക് ചെയ്തിട്ട് മാംഗ്ലൂർ ടൈൽസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് ഇതാ ഈ രണ്ട് സൈഡിൽ നിന്നും സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുനിന്ന് കയറുമ്പോൾ നമ്മുടെ ആ ഒരു സിറ്റ് ഔട്ട് പോർഷനാണ്. അവിടെ ചെറിയൊരു പൂജ യൂണിറ്റും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു L ഷേപ്പിലാണ് സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ഈസ്റ്റ് സൈഡാണിത്. ഇവിടെ നിന്നാണ് നമ്മുടെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഡോറും വിൻഡോസും എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ ഡോറ് തുറന്ന് ഈ ഒരു സൈഡിലാണ് നമ്മുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കോർണർ സോഫ, കസ്റ്റം മെയ്ഡാണ്. നല്ലൊരു കോർണർ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പോർഷനിലായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്ന് ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇവിടെ ഒരു ഹിഡൻ ഡോറ് കാണാം. ഇവിടെ ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു TV യൂണിറ്റിലും ഒക്കെ തന്നെ മറൈൻ പ്ലൈ വിത്ത് മൈക്ക ലാമിനേഷനാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലോട്ടാണ് നമ്മുടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് നല്ലൊരു ഫോൾ സീലിങ്ങും നല്ല ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ ഫുൾ കജേരിയുടെ ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നല്ലൊരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു മിഡിൽ പോർഷനിലായിട്ട് നല്ലൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ നേരെ മുകളിൽ നോക്കുകയാണെങ്കിലും സീലിങ്ങിൽ CNC കട്ടിങ് വർക്കിൽ നല്ലൊരു ലീഫിൻ്റെ ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് സീലിംഗ് ചെയ്തിരിക്കുന്നത്. CNC കട്ടിങ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെ ഇവിടെ അതേ കണക്ക് പ്ലാന്റും കൊടുത്തിരിക്കുന്നു. മുകളിൽ ഗ്ലാസ് ആണ് വരുന്നത്. ഇത് നാച്ചുറൽ പ്ലാന്റ് ആണ്, വെരിഗേറ്റഡ് ലേഡി പാമാണ്. ഇവിടെ നല്ലൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ഫ്രീ ടൈം എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്പേസ്. ഫാമിലി മെമ്പേഴ്സൊക്കെ വരുമ്പോൾ വന്ന് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതി സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സ്ക്വയർ ട്യൂബ്സും പോളികാർബണേറ്റ് ഷീറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മിഡിൽ പോർഷനിലെ ഫ്ലോറിലായിട്ട് വുഡൻ ടെക്സ്ചറിൽ വരുന്ന കജാരിയുടെ മാറ്റ് ഫിനിഷ് ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഡോസിലായാലും ഈ ഒരു വോളിലായാലും കുറേ ഇൻവേർട്ടഡ് ആർക്ക് ഷേപ്സ് കാണാൻ പറ്റും. ഈവൻ നമ്മുടെ ഹോളിൽ വരെയും അത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടെടുത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അത് ഈ ഒരു ഷേപ്പ് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു കോയിപ്പോണ്ടും നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയും സ്ക്വയർ ട്യൂബ്സ് കൊണ്ട് നല്ലൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്കൊരു ഫാമിലി ലിവിങ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ഫോമർ ലിവിങ് സ്പേസിലേക്കാണ്.
അതുപോലെ ഇതാ ഈ ഒരു വോളിൽ ഞാൻ ഇവിടുത്തെ 3D കാണിച്ചുതരാം. ഈ ഒരു വീടിൻ്റെ 3D ആണിത്. എക്സാക്റ്റായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത്. നോക്കി ആ ഒരു 3D ആയിട്ട് യാതൊരു വ്യത്യാസവുമില്ല. അത്ര ഭംഗിയായിട്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. സ്പേസാണിത്. നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു. അത്യാവശ്യം സ്റ്റോറേജസും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡൈനിങ്ങിൽ നമ്മൾ വരുന്നത് ഒരു പാഷ്യോ സ്പേസിലേക്കാണ്. നല്ലൊരു പാഷ്യോ സ്പേസാണ്. ഡിസൈനർ ടൈൽസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മുകളിൽ ഞാൻ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ സ്ക്വയർ ട്യൂബ്സും പോളികാർബണേറ്റ് ഷീറ്റും കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബുദ്ധ സ്റ്റാച്ചു പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലൊരു വിൻഡോ ചെയ്തിട്ട് അവിടെ സ്ക്വയർ ട്യൂബ്സ് കൊണ്ടിങ്ങനെ ഗ്രിൽസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ പ്ലാന്റ്സും വെച്ച് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നു. ഓപ്പൺ കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലോവേഴ്സ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലേ ആണ്. ട്രോജൻ മറൈൻ പ്ലേ ആണ്. എന്നിട്ട് അക്രിലിക് ഫിനിഷ് കൊടുത്തിരിക്കുകയാണ്. നല്ലൊരു കളർ കോംബോയിലാണ് ഈ ഒരു കിച്ചണും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ കാണുന്ന ഹുഡാണ്. ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് സാധാരണ ഹുഡ് ആൻഡ് ഹോബ് നമ്മൾ ഒരുമിച്ചാണല്ലേ വാങ്ങാറുള്ളത്. പക്ഷേ ഇവിടെ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹുഡ് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഏകദേശം 20,000 റുപ്പീസിനാണ് ഈ ഒരു ഹുഡ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇനി ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഹിഡൻ ഡോർ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ നമുക്ക് ബെഡ്റൂം കാണാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ലൊരു സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല കോട്ടും ബെഡും ഒക്കെ ചെയ്തിരിക്കുന്നു. എല്ലാം കസ്റ്റം മെയ്ഡാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ലൊരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാർഡ്രോബ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം മറൈൻ പ്ലേ ആണ്. ട്രോജൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രോജൻ മറൈൻ പ്ലേ ആണ് വിത്ത് മൈക്ക ലാമിനേഷൻ ആണ്. എല്ലാം മെഷീൻ ഫിനിഷാണ്. പിന്നെ എല്ലാ റൂമിലും നമുക്കൊരു ഡ്രസ്സിങ് ടേബിൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് ബാത്റൂം വരുന്നുണ്ട്. എല്ലാ റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 16x13 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡ്രസ്സിങ് ടേബിളും അതേപോലെ എല്ലാ റൂംസിലും ബാത്റൂംസും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി റൂംസും കൂടെ കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒറ്റ നിലയിലാണ് വീട് നിൽക്കുന്നത്. 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണ്. അപ്പോൾ എല്ലാ റൂംസും ഒന്നും ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഫർണിച്ചേഴ്സൊക്കെ വരാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള റൂംസും കൂടി നമുക്ക് കാണാം. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് വീടെല്ലാം കണ്ടു തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടുകാർക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ ഒന്ന് കേൾക്കാം.
ഞാൻ KML വർക്ക് ചെയ്യുന്നു. ഇത് വൈഫ് ആരതി, ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ മോൻ അർണവ്. എൻ്റെ കുടുംബ വീട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹം. ആ ആഗ്രഹങ്ങളെല്ലാം SR അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വെക്കാൻ പ്ലാൻ ചെയ്ത സാറിനോട് പറഞ്ഞു. സാറിനെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട് വെച്ചാണ് പരിചയപ്പെട്ടത്. അപ്പോൾ നമുക്ക് സാറിൻ്റെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ വർക്ക് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ കൊടുത്തതിൽ നമ്മൾ പറയുന്ന സമയത്തിന് മുമ്പ് വർക്ക് തീർന്നു തരികയും നമ്മളെ കൺസെപ്റ്റിനെക്കാട്ടിലും മുകളിൽ ഉള്ള രീതിയിൽ അത് ചെയ്തു തരികയും ചെയ്തു. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലൊരു വീട് വെക്കാൻ കഴിഞ്ഞു. നല്ലൊരു കാറ്റും വെളിച്ചവും ഉള്ള ഒരു വീട് വേണമെന്നായിരുന്നു ആഗ്രഹം. അതും പിന്നെ ഒരു ഐലൻഡ് കിച്ചൺ വേണമെന്നും പേഷ്യോ വേണമെന്നും പിന്നെ ഒറ്റ നില വീടാണെങ്കിലും പുറമേ നോക്കുമ്പോൾ ഒരു 2 നില ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലുക്ക് വേണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അതെല്ലാം SR അസോസിയേറ്റ്സിനോട് പറയുകയും അവർ ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ SR അസോസിയേറ്റ്സിനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇത് കണക്ക് പേഷ്യ വേണമെന്നും ഒറ്റ നില വീടാണെന്നും സ്പേസബിളായിട്ടുള്ള വീടാണെന്നും ഇതെല്ലാം പറഞ്ഞിരുന്നു. അതിൻ്റെ 3D ആദ്യം തന്നു. അതേ കണക്ക് തന്നെ ആ വർക്ക് ഫിനിഷ് ചെയ്തപ്പോഴും ആ 3Dയെ കാണുന്നതിനേക്കാളും മുകളിലുള്ള റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടിയത്. വളരെ സാറ്റിസ്ഫാക്ഷനാണ് ഞങ്ങൾക്കുള്ളത്. അമ്മയും കൂടി നമ്മുടെ കൂടെ ഇതാ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അമ്മയ്ക്ക് പറയാനുള്ളത്, അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വീട് വേണമെന്ന്. അതെൻ്റെ മോനാണ് ചെയ്തത്. അതിന് എനിക്ക് അങ്ങേയറ്റം സന്തോഷം. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. വളരെ മനോഹരമായിട്ട് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. 2630 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഒറ്റ നിലയിൽ 4 ബെഡ്റൂമും മറ്റെല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടായിരുന്നു. അപ്പോൾ ഈ ഒരു വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ള നിങ്ങളുടെ കമൻറ്റിലൂടെ പറയാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ഓപ്ഷനിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഈ വീട് പണി നടക്കുന്നവർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഓരോ വീട് വെക്കുന്നവർക്കും ഓരോ വീട് കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒരു വീട് ചെയ്തിരിക്കുന്നത് SR അസോസിയേറ്റ്സ് ആൻഡ് ബിൽഡേഴ്സാണ്. അവരുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.